മമ്മി രാവിലെ കപ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ. ശരിക്കും പാൽക്കപ്പയാണ് മമ്മി ഉണ്ടാക്കിയത്. മഞ്ഞ കളറായി പോയെന്നുള്ളൂ. എനിക്ക് നല്ല പിടി ഉണ്ടാക്കിയ പോലെ ഇരിക്കണ കപ്പ. എനിക്ക് ഇഷ്ടം എങ്ങനെ കുഴഞ്ഞിരിക്കണം. എനിക്ക് നല്ല പുട്ട് പോലെ പൊടിഞ്ഞിരിക്കണതാ ഇഷ്ടം. ഇതെന്താ പറയാ, കഴിഞ്ഞ ദിവസം കപ്പ ഇറച്ചി കൂടെ ഉണ്ടാക്കിയിട്ട് കപ്പ വെന്തില്ല. അപ്പൊ ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയതാ. അപ്പം നല്ല ചീത്ത പറയും. അപ്പൊ നമ്മൾ ഇനി പാൽക്കപ്പ കഴിക്കാൻ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നേരെ ഇങ്ങ് വന്നാൽ മതി. കുക്കറിനകത്ത് വെച്ചതാന്നേ. എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസത്തെ വേഗത്തുണ്ട്. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. പിന്നല്ല വാഴയില വെട്ടി അതിനകത്ത് കഴിക്കാം. പിടി കഴിക്കുന്നത്. ആയിക്കോട്ടെ. ഇന്നത്തെ സ്പെഷ്യല് പാൽക്കപ്പയും നല്ല കരിങ്കോഴീനെ ചാറ് വെച്ചതോ. ഓ എന്റെ പൊന്നെ, എന്ത് സന്തോഷാ നോക്കിയേ. ഇതാണ് ജീവിതത്തിലെ ക്യൂട്ടാ. ഇതെങ്ങാനും ആരെങ്കിലും പൊട്ടിച്ചാ തീർന്നു. കൊള്ളാം സൂക്ഷിച്ചു വെച്ച തേയിലപ്പൊടി. ഇതിനകത്ത് കാപ്പിപ്പൊടി ഇടാന്ന് ഓർത്തോണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നു. മമ്മിയുടെ പാത്രങ്ങൾ മൊത്തം ഒരു വീഡിയോ ആയിട്ട് എടുത്താലോ ഈ വീട്ടിലെ ഫുൾ പാത്രങ്ങള്. പിന്നെ അതിനുള്ളതൊന്നുമില്ല. മറ്റേ വെള്ളക്കാലത്ത് റോസ്ലാൻഡിയുടെ ഒക്കെ പാത്രം കാണുന്നുണ്ട് മാത്രം. റോസ്ലാൻഡി മമ്മിയുടെ നാത്തൂനാട്ടോ. ഇതിന് പാത്രം ഒരുപാട് മേടിക്കുന്ന ആൾക്കാരാ. ഒരുപാടൊന്നും ഇല്ല പിള്ളേരെ. ഓരോ ആവശ്യത്തിന് വരുമ്പോ എടുക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ കാണിക്കട്ടെ, റിവീൽ ചെയ്യട്ടെ. ഞാൻ എല്ലാ പാത്രവും റിവീൽ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ തോന്നുന്നതെല്ലാം ഒരുപാടാണ്. അയ്യോടാ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മമ്മിയുടെ സ്പെഷ്യൽ പാൽക്കപ്പ വെള്ള കളറല്ലെന്നേ ഉള്ളൂ, മഞ്ഞ കളറാണ്. പിന്നെ ദേ കരിങ്കോഴി കറി വെച്ചത്. അപ്പോൾ പാൽക്കപ്പയും കരിങ്കോഴി കറി വെച്ചതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. കണ്ടിട്ട് വളരെ സ്വാദിഷ്ടമാണ്, അടിപൊളിയാണ്. അത് അതിന്റെ നിറം അങ്ങനെയല്ലേ അമ്മി, അതുകൊണ്ടായിരിക്കും. ഞാൻ ഓർത്ത് കറി തന്നെ കറുത്തു തോന്നുന്നു. കറി കറുത്തില്ല, എന്നാലും കഷ്ണങ്ങളൊക്കെ എങ്ങനെ കറുത്തായിരിക്കണേ. ഇതിനകത്ത് വിറ്റാമിൻ എ ടീഷർട്ട് പറയുന്നത് കാണുമായിരിക്കും, സാധ്യതയുണ്ട്. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റോ മമ്മിയുടെ പാൽക്കപ്പയും കരിങ്കോഴി രസായനമാണ്. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ടേസ്റ്റ് നോക്കിയാടി. ടേസ്റ്റ് ഇത് നല്ല കറുത്തായിരിക്കും ഇറച്ചി പോലും. കാലാണോ ഇത്? എനിക്ക് വേണ്ട, വെള്ളംകളി പോലെയാണുള്ളത്. വേണ്ട, എനിക്ക് വേണ്ട. അതങ്ങനത്തെ കിടന്നിട്ട് വെള്ളംകളി പോലെയാ. എനിക്കിഷ്ടാട്ടോ ഒഴിക്കാലൊക്കെ തിന്നാൻ. എല്ലാരും കഴിക്കലായിരിക്കും കേട്ടോ. ഞാനും ആദ്യമായിട്ടാ കഴിക്കണേ. എന്നിട്ട് പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം വെള്ളം പോലെ നടക്കണേ. ഇതിനകത്ത് പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മറ്റേ കലക്കവെള്ളം പോലെയാണ് നടക്കണേ. ഈ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്നാലേ ഈ ഇവിടുത്തെ ചോറിന് മുമ്പ് കിട്ടും ഇങ്ങനെ കുഴമ്പളം കഴിക്കാം. ഉച്ചയ്ക്ക് ഡാഡിയാണല്ലോ ഫുൾ കരിങ്കോഴിനെ പിടിച്ച് അതിനെ ഈ പരുവത്തിലാക്കി വെച്ചത്. അബദ്ധം പറ്റുമെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മമ്മി നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാരക്കാരിയല്ല കേട്ടോ. ഇതേപോലെ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കി കിട്ടിയ ഗപ്പുകളാണ് ഈ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം മമ്മിക്ക് കിട്ടിയ ഗപ്പുകളാണ് അല്ലേ മീ? ഇങ്ങനെ ഇതുപോലെയുള്ള ഫുഡും എല്ലാം ഉണ്ടാക്കിയതിന് മമ്മിക്ക് എല്ലാരും കൂടി കൊടുത്താലേ എടി. എടി ഒരു തൂമ്പ എന്തെങ്കിലും എടുത്ത് കൊടുത്തെന്ന് കിളച്ച് പറിച്ചെന്ന് കഴിക്കട്ടെ. അമ്മി ഇതിലൊന്നും തളരുന്ന വ്യക്തിയല്ല. കപ്പ കുഴഞ്ഞു പോയപ്പോ ഒരു സ്പെഷ്യൽ ഡിഷ് ആക്കി വാഴയിലൊക്കെ വെട്ടി ഡെക്കറേറ്റ് ചെയ്ത്. ഇതാണ് ഇരിക്കുന്ന ഇത് വലിയൊരു മുട്ട പോലെ. ഇത് വേണമെങ്കിൽ വെട്ടിപ്പെട്ട് തിന്നായിക്കോട്ടെ. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് മെഷീനാണ് നമ്മുടെ ഇവിടുത്തെ മമ്മി. ഒരു സാധനം പുറത്ത് കളില്ല, എല്ലാം കഴിച്ചു തീർക്കുള്ളൂ കേട്ടോ. അല്ലേ മമ്മി? അതെ, എല്ലാം നല്ലതാ തിന്നുന്നത്. വീഡിയോ കാണുന്ന പിള്ളേരെല്ലാം തിന്നുന്നത് നല്ലതാ. വിറ്റാമിൻ
ഇന്നത്തെ ഇപ്പൊ എവിടെ കിട്ടാൻ കഴിഞ്ഞു. അതെ, തറവാട്ടിലുണ്ടായിരുന്നു നേരത്തെ താഴോട്ട്. ഇപ്പോഴുണ്ട്. ഇപ്പോഴുണ്ടോ? ആരെന്നെടുത്ത് കടിച്ചു വലിച്ചേമി? പോന്നു. ചിലത് കാല് കഴിക്കില്ലടാ. ആ, ഇല്ലില്ല, ചിലര് കാല് കഴിക്കില്ല എന്നോർത്തിന് മമ്മി എന്തിനാ ഞാൻ കഴിക്കാതിരിക്കണം? കഴിക്കും കേട്ടോ. മൊത്തം മരുന്നാണ്. എനിക്കിപ്പോ വേണ്ട, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതെന്നറിയോ, കരിങ്കോഴി രസായനമൊക്കെ ഉണ്ടാക്കണ മരുന്നിനെ ഉപയോഗിക്കണ ഉണ്ടാക്കുന്ന സാധനം. ശരിക്കും അങ്ങനെ ഒരു രസായനം ഉണ്ടല്ലേ? നിനക്ക് വേണോ? അമ്മേ, ഒരു ദിവസം നമുക്ക് അതാക്കിയാലോ, കരിങ്കോഴി രസായനം. ഈ ആയുർവേദക്കാരൊക്കെ കൊണ്ടുപോകണം. അതിന് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മള് കളിയാക്കിയാലും അത് ഞാൻ ശരിക്കും മമ്മനെ ട്രോളും. ഇത് ഞാൻ മമ്മനെ ശരിക്കും ട്രോളും. മമ്മി ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ടേസ്റ്റ് ഇല്ലാന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം. ആ, അതെ അതെ. മറ്റുള്ളവര് പറഞ്ഞല്ല അറിയില്ല, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം. മമ്മി ഇന്ന് വരെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കൊള്ളില്ല എന്ന് മമ്മി പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം സൂപ്പറാന്ന് പറഞ്ഞിട്ടുള്ളൂ. നല്ലതായിരുന്നു. കഴിക്കണല്ലേ? ഞാനും കഴിക്കട്ടുള്ളവേ. കഴിക്കാം. അമ്മായിമ്മ കഴിക്കാനാണ്ട് കൊതുവിടാണ്ട് പോയി എടുത്ത് കഴിക്കടി വേണേ. ഞാൻ കഴിക്കട്ടെ എന്നാ. വീഡിയോ ഒന്ന് മാറ്റിയിട്ട് വേണം മമ്മിക്ക് മമ്മിയുടെ സ്വയം രീതിയിൽ കാലൊക്കെ കടിച്ചു പറിച്ചങ്ങ് കഴിക്കാനല്ലേ? റാണിയായിരിക്കും ഭയങ്കര ഇഷ്ടാട്ടോ. എന്നാ ഒരു കാലം റാണിയാനിക്ക് വെച്ചേക്കാം. വൈകിട്ട് ഇതില് വരാൻ പറയാം. റാണിയാന്റെ കാലിന്റെ സ്പെഷ്യലിസ്റ്റാ. മമ്മിയുടെ നാത്തൂൻ. അപ്പൊ ഞാനും കഴിക്കട്ടെ കേട്ടോ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു. ഡാഡി, ഇനി കരിങ്കോഴിയോ കാട്ടുകോഴിയോ വേറെ എന്തെങ്കിലും പിടിക്കാനോ വല്ലതും ഉണ്ടോ? അടിച്ച് പറിക്കോ അമ്മ അങ്ങോട്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഒന്നാമത്തെ പിള്ളേർക്ക് നാടൻ കോഴി ഇഷ്ടമില്ല. എല്ലാവർക്കും ഈ ബ്രോയിലർ കോഴി ഉള്ള ഇറച്ചി എല്ലാം കൂടെ തിന്നാനുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ നാടൻ കോഴി. അതെല്ലേ? പിള്ളേർ തിന്നിയല്ല, അതോ തിന്നാൽ തന്നെ ആ എല്ലാം ഒരു പകുതി മുക്കാലും വെക്കും. അതെങ്ങനെയാ തിന്നുന്നതെന്ന് മമ്മി ഒന്ന് കാണിക്കാവോ? അത് തിന്നുന്ന കാണിക്കാനും പെണ്ണായിരിക്കണേ. കുറച്ച് തിന്നണം, എല്ലാം നല്ല വെളുപ്പിച്ച് വെക്കണം. പിന്നല്ല.